പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷപൂർവ്വത്തെ സൂചിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വിശ്വാസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ പകൽക്കാലം നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തന്നെ അരിപ്പാൻ വെക്കണം. കർത്താവ് നമ്മളെ ബലപ്പെടുത്തിയ വലിയ കൃപയ്ക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അടിയന്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും ഒരിക്കൽ കൂടെ അനുഗ്രഹിക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ. കർത്താവിന്റെ കൃപയുടെ മറവിൽ കർത്താവ് നമ്മളെ പൊതിയുമാറാകട്ടെ. ആമേൻ. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വചനഭാഗത്തിലേക്ക് നമുക്ക് വരാം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം വായിച്ചാട്ടെ. നമ്മുടെ 13 വരെയുള്ള ഭാഗങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചു. ഇന്ന് കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം വായിച്ചാട്ടെ. ഇവിടെ പറഞ്ഞു, എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിക്കും. ഈ അനേക കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. 12-ാം വാക്യത്തിൽ എന്ത് പറഞ്ഞു? അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയന്മാരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവനെ വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവീൻ. എന്നിട്ടാണ് പറയുന്നത്, എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ എല്ലാറ്റിനും മീതെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? പറഞ്ഞാട്ടെ. സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിക്കണം. അല്ലെ? ആത്മാവിന്റെ ഫലം ഏതൊക്കെയാ എന്ന് പറഞ്ഞേ. ഗലാത്യ ലേഖനം 5:22. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയം. ഓക്കെ, കർത്താവ് എല്ലാവരും എന്തിരിക്കട്ടെ. അപ്പോൾ അതില് ഒന്നാമത്തെ കാര്യമാണ് എന്ത്? ആത്മാവിന്റെ ഫലത്തിൽ ഒന്നാമത്തെ കാര്യം ഏതാണ്? സ്നേഹമാണ്. അപ്പൊ ഇവിടെ പറയുന്നു, എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിക്കണം. മറ്റൊരു വാക്യം പറഞ്ഞ്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വേണം നിങ്ങൾ എല്ലാം ചെയ്യാൻ. ആമേൻ. അപ്പൊ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്താലും പിന്നെന്താണ്? നമുക്കൊരു പരാതി ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അല്ലേ? ഏത് കാര്യവും നമ്മൾ എന്ത് ചെയ്യണം? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ചെയ്യണം. നിങ്ങളൊരു വാക്യം വായിച്ചേ. കൊലോസ്യ ലേഖനം 3:23 വാക്യം വായിച്ചേ. 3:23. കാരണം നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവീൻ. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യണം? ഒന്ന്, സ്നേഹത്തിൽ ചെയ്യണം. 2, കർത്താവിനെന്ന പോലെ ചെയ്യണം. നമ്മൾ മനസ്സോടെ ചെയ്യണം. ആമേൻ. അടുത്തത് വായിച്ചേ. അവകാശമെന്ന പ്രതിഫലം കണ്ടോ? കർത്താവ് തരുമെന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പീൻ. അടുത്തത്, അന്യായം ചെയ്യുന്നവൻ താൻ ചെയ്ത അന്യായത്തിനൊത്തവണ്ണം ഒത്തത് പ്രാപിക്കും, മുഖപക്ഷമില്ല. അപ്പൊ അന്യായം ചെയ്യുന്ന അനേകരുണ്ട്. അപ്പൊ നമ്മൾ അവരെ പോലെ ആകരുത്. നമ്മൾ ചെയ്യുന്നതൊക്കെ എന്ത് ചെയ്യണം? കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യണം. ആർക്കെന്ത് ചെയ്തു കൊടുത്താലും എന്ത് ചെയ്യണം? പറഞ്ഞാട്ടെ, അത് കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യണം. അപ്പൊ അങ്ങനെ മനസ്സോടെ ചെയ്താൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യണ്ട? പരാതി പറയണ്ട. നമ്മുടെ സമാധാനം നഷ്ടപ്പെട്ടു പോവില്ല. കാരണം നമ്മളെന്തല്ല, ആ വ്യക്തിക്കല്ല നമ്മൾ ചെയ്തു കൊടുത്തത്. ഇപ്പൊ ഒരു വ്യക്തിക്ക് നമ്മൾ 1 ലക്ഷം രൂപ കൊടുത്തു. അവൻ നമ്മൾ സഹായിച്ചു. അത് കഴിഞ്ഞ് 1 ലക്ഷം രൂപ മേടിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോ അവൻ നമ്മളെ തെറി വിളിച്ചെന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മളെ ചീത്ത വിളിച്ച് നമ്മുടെ മനോഭാവം എന്തായിരിക്കും? പറഞ്ഞാട്ടെ. എന്നാലും അവൻ ഈ ചതി അത് കൊടുക്കണ്ടായിരുന്നു. കൊടുക്കാണ്ട് ചീത്ത കേട്ടാ ഇത്ര പ്രശ്നമല്ലായിരുന്നു. ഇത് കൊടുക്കുകയും ചെയ്തു. ഇപ്പൊ ചീത്ത എന്ത് ചെയ്യണം? കേൾക്കണം. പക്ഷെ നമ്മള് അതെന്താ പറയാമോ? ആ വ്യക്തിക്ക് കൊടുത്തു എന്നുള്ള ചിന്ത നമ്മൾ ഉള്ളതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ കർത്താവിനാണ് കൊടുത്തതെന്ന് വിചാരിച്ചാലോ? നമ്മൾ ഈ 1 ലക്ഷം രൂപ ആർക്കു വേണ്ടിയാണ് കൊടുത്തേ? അത് കർത്താവിന് വേണ്ടിയാണ്, കർത്താവിന്റെ നാമത്തിലാണ് കൊടുത്തത്. പിന്നെ നമുക്ക് വിഷമം ഉപയോഗിക്കേണ്ട കാര്യമുണ്ടോ?
ആ വ്യക്തിക്കാണെങ്കിലല്ലേ നമുക്ക് അവൻ എന്തെങ്കിലും പറഞ്ഞാൽ പ്രശ്നമുള്ളൂ. ഇത് കർത്താവിന് വേണ്ടി ചെയ്തേ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യണ്ട, വിഷമിക്കേണ്ടി വരത്തില്ല. അപ്പൊ അതേ പറയും, നമ്മൾ എന്ത് ചെയ്യണം, കർത്താവിന് എന്ന പോലെ മനസ്സോടെ ചെയ്യണം. ഞാനിത് ആർക്കാ വേണ്ടി ചെയ്യുന്നത്? ഇതെന്റെ കർത്താവിന് വേണ്ടി ചെയ്യുന്നത്. എന്ത് ചെയ്താലും, നമ്മൾ വീട്ടിൽ കാര്യങ്ങൾ ചെയ്താലും, ജോലി സ്ഥലത്ത് ചെയ്താലും, എവിടെ ചെയ്താലും നമ്മൾ ചെയ്യുന്ന ആർക്ക് വേണ്ടിയാണ്? കർത്താവിന് വേണ്ടിയാണ്. അപ്പൊ ആ ഒരു മനോഭാവം അല്ലെ, പത്രോസ് നമ്മൾ പഠിച്ചു. ആ വാക്യം ഇപ്പൊ ഒന്ന് വായിക്കുന്നല്ലായിരിക്കും. 1 പത്രോസ് 2-ാം അധ്യായം 19 വാക്യം വായിച്ചേ. 1 പത്രോസ് 2:19 മുതൽ. ആ ആ ആ ആ ആ വായിച്ചോ. അല്ല, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന്റെ പ്രസാദം. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ആമേൻ.